ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഫസ്റ്റ് തന്നെ എല്ലാവർക്കും എൻ്റെ ഹാപ്പി ന്യൂ ഇയർ. ഇന്ന് January 1, 2025. അങ്ങനെ ഇത് പുതിയൊരു വർഷം സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണല്ലേ. ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് വാട്ട് ഐ ലേൺ ഫ്രം 2K24 അല്ലെങ്കിൽ ലെസൺസ് ഫ്രം 2K24. 2024 ഞാൻ ലേൺ ചെയ്ത കുറച്ച് കാര്യങ്ങളും ലെസൺസുമാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. ആൻഡ് 2024 മാത്രമല്ല, അതിന് മുൻപ് പാസ്റ്റ് 2 ഇയേഴ്സിലെ കാര്യങ്ങളും കൂടി ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. സോ ലെസൺസ് ഫ്രം 2K24. കഴിഞ്ഞ ഒരു വർഷത്തിൽ അല്ലെങ്കിൽ ഈ 2024 ഓൾമോസ്റ്റ് എല്ലാവർക്കും ഗുഡ് ഡേയ്സ് ഉണ്ടായിരിക്കും, ബാഡ് ഡേയ്സ് ഉണ്ടായിരിക്കും, സാഡ് ഡേയ്സ് ഉണ്ടാകും, ആൻഡ് ഫെയില്യൂർ ഡേയ്സ് ഉണ്ടാകും. നമുക്ക് ഡിസപ്പോയിൻ്റ് ആയിട്ടുള്ള ഒരുപാട് ഡേയ്സ് ഉണ്ടായിരിക്കാം. അതുമാത്രമല്ല സക്സസ്ഫുൾ ആയിട്ടുള്ള ഡേയ്സ് ഉണ്ടായിരിക്കാം, പിന്നെ റിലാക്സ്ഡ് ആയിട്ടുള്ള ഡേയ്സ് ഉണ്ടായിരിക്കാം, സ്ട്രെസ്ഡ് ഔട്ട് ആയിട്ടുള്ള ഡേയ്സസ് ഉണ്ടായിരിക്കാം, പിന്നെ ഹാപ്പി ഡേയ്സും ഉണ്ടായിരിക്കാം. ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മുടെ ഒരു വർഷം കടന്നു പോകുന്നത് അല്ലേ. എനിക്കും അങ്ങനെയായിരുന്നു. ഈ പറഞ്ഞ എല്ലാ ഡേയ്സും എനിക്ക് 2K24 ഉണ്ടായിരുന്നു. ആൻഡ് അതിൽ നിന്ന് ഞാൻ റിയലൈസ് ചെയ്തൊരു കാര്യമാണ് ഫസ്റ്റ് ലെസണായിട്ട് ഞാൻ പറയുന്നത്, ഫൈൻഡ് എ റീസൺ ടു ബി ഹാപ്പി. ഞാൻ ഈ ഒരു ലെസൺ സീരിയസ്ലി 2K24 കഴിഞ്ഞൊരു വർഷത്തിൽ നിന്നാണ് പഠിച്ചത്. കാരണം കഴിഞ്ഞൊരു വർഷം ഫുൾ ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഗുഡ് ഡേയ്സും ബാഡ് ഡേയ്സും എല്ലാ ഡേയ്സും എൻ്റെ ലൈഫിലുണ്ടായിരുന്നു. പക്ഷേ ഏറ്റവും കൂടുതൽ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ നല്ല സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഡേയ്സ് ആയിരുന്നു എനിക്കുണ്ടായിരുന്നത്. ഒരുപാട് സ്ട്രെസ് എടുത്തിട്ടുള്ളൊരു ഇയർ ആയിരുന്നു 2K24 എന്ന് പറയുന്നത്. സോ അങ്ങനെ ഒരുപാട് ഇങ്ങനെ സ്ട്രെസ് കംപ്ലീറ്റ്ലി എപ്പോഴും ഇങ്ങനെ സ്ട്രെസ്ഫുൾ ആയിട്ടിരിക്കുമ്പോൾ ഞാൻ തന്നെ ഇമോഷണലി അങ്ങ് ഡൗൺ ആവാൻ തുടങ്ങി. സോ ഇമോഷണലി ഡൗൺ ആകുമ്പോൾ അതിനെ ഫിസിക്കലി ബാധിക്കും, മെൻ്റലി ഒക്കെ നല്ല രീതിയിൽ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. കോൺഫിഡൻസ് ലെവലൊക്കെ ഇങ്ങനെ താഴ്ന്നു വരുന്നുണ്ടായിരുന്നു. സോ അപ്പോൾ തന്നെ ഞാൻ അങ്ങനെ പോയി ശരിയാവില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ തന്നെ കണ്ടെത്തിയ ഒരു സംഭവമാണ് ഫൈൻഡ് എ റീസൺ ടു ബി ഹാപ്പി. എല്ലാ ദിവസവും നമുക്ക് എപ്പോഴും നമുക്ക് ഹാപ്പി ആയിട്ടിരിക്കാൻ ഫൈൻഡ് എ റീസൺ ടു ബി ഹാപ്പി. അതായത് നമുക്കിപ്പോൾ ബാഡ് ഡേയ്സ് ഉണ്ടായിരിക്കാം, ഹാപ്പി ഡേയ്സസ് ഉണ്ടായിരിക്കാം, എന്ത് വന്നാലും ആ ഒരു ദിവസം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നമ്മുടെ ഹാപ്പിനെസ് കണ്ടെത്തുക. കാരണം നമ്മുടെ ഹാപ്പിനെസ്സിൻ്റെ കീ നമ്മുടെ കയ്യിൽ തന്നെയാണുള്ളത്. അത് വേറെ എവിടെയും ഇല്ല. സോ നമുക്ക് എന്താ വേണ്ടതെന്ന് നമുക്കല്ലേ അറിയത്തുള്ളൂ. അപ്പോൾ ഒരു ചെറിയ റീസണെങ്കിലും ആ ഒരു ദിവസം ഹാപ്പി ആയിട്ടിരിക്കാൻ കണ്ടെത്തുക എന്നതാണ് ആ ഒരു സ്ട്രെസ്ഫുൾ ഡേയ്സിൽ നിന്ന് ഞാൻ പഠിച്ച ഫസ്റ്റ് ലെസൺ എന്ന് പറയുന്നത്. സോ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, രാവിലെ മോർണിംഗ് ടൈം എന്തായാലും വർക്ക്സും കാര്യങ്ങളൊക്കെ തന്നെയാണ്. സോ ഞാൻ നൈറ്റിൽ എനിക്ക് വേണ്ടിയിട്ടൊരു മീ ടൈം സെറ്റ് ചെയ്തു. അതായത് ഞാൻ നേരത്തെ ഡിന്നർ കഴിക്കും. 8 PM മുൻപ്, ഓൾമോസ്റ്റ് ഒരു 7 PM ആകുമ്പോഴേ ഞാൻ ഡിന്നർ കഴിക്കും. സോ അത് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് ടൈം ബാലൻസ് ഉണ്ട്. സോ ഞാൻ അതിന് ശേഷം മീ ടൈം എന്നും പറഞ്ഞാൽ എനിക്ക് വേണ്ടിയിട്ടൊരു ടൈം ഞാൻ സെറ്റ് ചെയ്തു. ആ സമയത്ത് ഞാൻ എൻ്റെ കാര്യങ്ങൾ എൻ്റെ റൂമിൽ ഞാൻ മാത്രമേ കാണത്തുള്ളൂ. സോ ആ സമയത്ത് എനിക്ക് ഹാപ്പിനെസ് തരുന്ന കാര്യങ്ങൾ എന്താണ് അത് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഞാൻ ഒരു ടർക്കിഷ് സീരീസ് കണ്ടു തുടങ്ങിയത്. സാധാരണ ഞാൻ സീരീസ് കാണുമെങ്കിൽ അതിൻ്റെ ഒരു 4-5 എപ്പിസോഡ്സ് ഒക്കെ കഴിയുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് മടുപ്പ് തോന്നും. അത്രയും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്കൊരു സീരീസ് ഇതുവരെ തോന്നിയിട്ടുണ്ടായിരുന്നില്ല. സോ അങ്ങനെ വന്നപ്പോഴാണ്, ഇത് ഓൾറെഡി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന സീരീസാണ്. ആ ടർക്കിഷ് അതിനെ എർക്കൻസി കസ്സെന്നാണോ കുസ്സെന്നാണോ അതിൻ്റെ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ എനിക്കറിയത്തില്ല. പക്ഷേ അല്ലാണ്ട് നമ്മുടെ ഇതിൽ ഡേ ഡ്രീമർ എന്ന അല്ലെങ്കിൽ ഏർലി ബേർഡ് എന്നൊക്കെ അതിനൊരു പേരുണ്ട്. സോ അതിൻ്റെ ഹിന്ദി ഡബ്ഡാണ് ഞാൻ കണ്ടു തുടങ്ങിയത് യൂട്യൂബിൽ. അത് കണ്ടു തുടങ്ങിയപ്പോൾ സീരിയസ്ലി ഞാൻ വിചാരിച്ചു എനിക്ക് സാധാരണ സീരീസ് കാണുന്ന പോലെ തന്നെ അതും മടുക്കുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇന്നലെ രാത്രി വരെ 116 എപ്പിസോഡ്സാണ് ഞാൻ ഫിനിഷ് ആക്കിയത്. സൂപ്പർബായിട്ടുണ്ട് കേട്ടോ. എനിക്കത് ഇതുവരെ അതിലൊരു മടുപ്പോ എനിക്കത് സീരീസ് കണ്ടിട്ട് എനിക്ക് മടുപ്പ് ഇതുവരെ തോന്നിയിട്ടില്ല. എനിക്ക് അത്ര ഇൻട്രസ്റ്റോട് കൂടിയായിരുന്നു ഞാൻ ആ സീരീസ് കണ്ടു തുടങ്ങിയത്. സോ എത്ര രാവിലെ ആയാലും നൈറ്റ് ആയാലും എത്ര സ്ട്രെസ് ഉണ്ടെങ്കിലും ഞാൻ പിന്നെ ഈ മീ ടൈമിൽ എനിക്ക് ഈ ഒരു സീരീസ് ഒരു ദിവസം ഒരു എപ്പിസോഡ് അല്ലെങ്കിൽ ഒരു ഹാഫ് എപ്പിസോഡ് വെച്ചിട്ട് അത് കാണാൻ തുടങ്ങി. ഒരു 7:32 ഞാൻ അത് കാണാൻ തുടങ്ങി. അത് കാണുമ്പോൾ ആ ഒരു മൊമെൻറ്റിൽ എനിക്കൊരു ഹാപ്പിനെസ് ഉണ്ട്. സോ ഒരു ഹാപ്പിനെസ് വരും. അപ്പോൾ ജസ്റ്റ് ഒന്ന് റിലാക്സ് ആവും. ഉറങ്ങുന്ന ടൈമിൽ അത് കണ്ടതിന് ശേഷം ഞാൻ പിന്നെ ബാക്കി എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പിന്നെ കിടന്ന് ഉറങ്ങാറുണ്ട്. സോ അത് കണ്ടു കഴിഞ്ഞപ്പോൾ ജസ്റ്റ് ഒന്ന് റിലാക്സ്ഡ് ആവുന്നുണ്ട്. സ്ട്രെസ് ഉണ്ടെങ്കിലും ആ ഒരു ടൈം ഞാൻ ജസ്റ്റ് ഒന്ന് റിലാക്സ് ആവുന്നുണ്ട്, ഒരു ഹാപ്പിനെസ്. സോ ഇതാണ് ഞാൻ പറഞ്ഞത് ഫസ്റ്റ് പഠിച്ചൊരു ലെസൺ എന്ന് വെച്ചാൽ, നമ്മുടെ ഹാപ്പിനെസ് നമ്മൾ തന്നെ കണ്ടെത്തുക. ഇപ്പോൾ എത്ര സ്ട്രെസ്ഫുൾ ആയിട്ടുള്ളൊരു സമയമാണെങ്കിലും ഒരു ചെറിയൊരു റീസൺ, അല്ലെങ്കിൽ ഇത്രയും ഭയങ്കര എക്സോസ്റ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ പോലും നമുക്ക് വേണ്ടിയിട്ടൊരു മീ ടൈം സെറ്റ് ചെയ്യുക. അതിന് അതിലൊരു ഹാപ്പിനെസ്, ഫൈൻഡ് എ റീസൺ ടു ബി ഹാപ്പി. നമ്മൾ ചെയ്യുന്ന എന്ത് കാര്യത്തിലും നമുക്ക് ഹാപ്പിനെസ് തരുന്ന എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അതും കൂടി ചെയ്യുക. ആൻഡ് ഈ ഒരു സീരീസ് കാണുന്നതിൽ നിന്ന് എനിക്ക് ആ ഒരു ഹാപ്പിനെസ്, എൻ്റെ ഭയങ്കര ഹാപ്പിനെസ് ആണ്. എൻ്റെ ഒരു നൈറ്റ് ആകുമ്പോഴുള്ള ഒരു മീ ടൈമിൽ എൻ്റെ ഒരു ഹാപ്പിനെസ് ആണ് ഈ ഒരു സീരീസ് കാണുക എന്നുള്ളത്. എനിക്കെന്തോ അത് കൂടുതൽ എൻ്റെ ലൈഫ് സ്റ്റൈലുമായിട്ട് എനിക്കത് കൂടുതൽ കണക്ട് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടായിരിക്കാം മേ ബി എനിക്കത് ഇഷ്ടപ്പെട്ടത്. പിന്നെ അത് മാത്രമല്ല, അതിൽ ഹിന്ദി ഡബ്ഡ് ആയതുകൊണ്ട് എൻ്റെ ഹിന്ദി ലാംഗ്വേജും കൂടി കുറച്ചധികം ഇമ്പ്രൂവ് ആകുന്നുണ്ട്. സോ ഇതാണ് എൻ്റെ ഫസ്റ്റ് ലെസൺ എന്ന് പറയുന്നത്, ഫൈൻഡ് എ റീസൺ ടു ബി ഹാപ്പി. അപ്പോൾ നിങ്ങൾക്ക് വേറെ പലതും ആയിരിക്കാം നിങ്ങൾക്ക് ഹാപ്പിനെസ് തരുന്ന എന്തെങ്കിലും ഒരു ചെറിയ കാര്യം, അതെന്തായാലും കണ്ടെത്തും. സോ ദിസ് ഇസ് മൈ ഫസ്റ്റ് ലെസൺ ഫ്രം 2K24. ആൻഡ് അടുത്ത
എൻ്റെ സെക്കൻഡ് ലെസൺ ആണ്. ഇപ്പോൾ നമ്മൾ മെൻ്റലി സ്ട്രെസ്ഫുൾ ആയിട്ടിരിക്കും, ഫൂഡി ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അല്ലേ. ഇപ്പോൾ ഞാൻ ഭയങ്കര ഫൂഡിയാണ്. സോ ഞാൻ മെൻ്റലി സ്ട്രെസ്സ് വരുന്ന ആ ഒരു ടൈമിൽ എൻ്റെ ആ സ്ട്രെസ്സ് ഡൗൺ ആക്കാനായിട്ട് ഞാൻ ചെയ്യുന്നത് ഫുഡ്, എനിക്കിഷ്ടപ്പെട്ട ഫുഡ് കഴിക്കുക. അതിപ്പം നോക്കത്തില്ല, ക്വാണ്ടിറ്റി നോക്കത്തില്ല, കഴിക്കുക. പക്ഷേ നിങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ടോ? നിങ്ങൾ മെൻ്റലി നിങ്ങളുടെ ഒരു സ്ട്രെസ്സ് മാറ്റാൻ വേണ്ടിയിട്ട് ഫുഡ് ഓർഡർ ചെയ്ത് അല്ലെങ്കിൽ ഫുഡ് കഴിക്കുന്നുണ്ടോ? പക്ഷേ അങ്ങനെ ചെയ്യരുത് കേട്ടോ. കാരണം നമ്മുടെ തൽക്കാലത്തേക്കുള്ള ഒരു മെൻ്റൽ സ്ട്രെസ് ഡൗൺ ആക്കാൻ വേണ്ടിയിട്ട് ഫുഡ് കഴിച്ചാൽ പിന്നെ നമുക്കൊരു ഹെൽത്ത് ഇഷ്യൂസും ഹെൽത്ത് പ്രോബ്ലവും വെയിറ്റ് വെക്കുകയൊക്കെ ചെയ്യും. സോ ഇപ്പോൾ ഞാൻ ആ ഇത്രയും എൻ്റെ സ്ട്രെസ് ഡൗൺ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫുഡ് കഴിച്ചതിൽ ഇപ്പോൾ ഞാൻ അതിപ്പോൾ ഡയറ്റ് എടുത്ത് വർക്കൗട്ട് ചെയ്തിട്ട് ഭയങ്കരമായിട്ട് വെയിറ്റ് വെച്ചിട്ടുണ്ട്. അത് മാത്രമല്ല ഹെൽത്ത് ഇഷ്യൂസും വരും. സോ ആ ഒരു ടൈമിൽ ഫുഡ് ഓവറായിട്ട് കഴിക്കരുത്. അങ്ങനത്തെ ശീലമുള്ള ആൾക്കാരാണെങ്കിൽ അങ്ങനെ ഫുഡ് കഴിക്കരുത്. അത് ഞാൻ പഠിച്ചൊരു ലെസണാണ്. പിന്നീട് നമ്മൾ അതിൽ ആ ഒരു സ്ട്രെസ്സും കാര്യങ്ങളും എന്തായാലും അത് കടന്നു പോകും, അതങ്ങ് കഴിഞ്ഞു പോകും, നമ്മൾ മൂവ് ഓൺ ചെയ്യും. പക്ഷേ അപ്പോൾ കഴിക്കുന്ന ആ ഫുഡിൻ്റെ എഫക്റ്റ് പിന്നീടായിരിക്കും നമ്മുടെ ബോഡിയിലൊക്കെ നമുക്ക് വരുന്നത്. അത് പിന്നീട് നമുക്കൊരു സെൽഫ് കോൺഫിഡൻസ് കുറയ്ക്കാനും കാരണമാകും. സോ അങ്ങനെ എന്തായാലും ചെയ്യരുത്. നമ്മൾ മെൻ്റൽ ഹെൽത്തിനെ ഓക്കെ ആക്കാൻ നമ്മുടെ ഫിസിക്കൽ ഹെൽത്തിനെ ഹാം ചെയ്യരുത്. അത് സീരിയസ്ലി നമ്മൾ കഴിക്കുന്ന ഫുഡൊക്കെ നമ്മൾ നോക്കി വേണം കഴിക്കാനായിട്ട്. ആ ഒരു ടൈമിൽ ഓവറായിട്ട് ഫുഡ് കഴിക്കരുത്. അത് ഞാൻ ചെയ്തിട്ട് എനിക്ക് പറ്റിയൊരു മിസ്റ്റേക്കാണ്. അതിൽ നിന്ന് ഞാൻ ലേൺ ചെയ്തൊരു കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത്. അത് മാത്രമല്ല നമ്മുടെ ഹെൽത്ത് നമ്മൾ നോക്കണം. ഇപ്പം വർക്കൗട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക. നമ്മൾ എങ്ങനെയൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കണം ആ രീതിയിലൊക്കെ ചെയ്യുക. അതിൻ്റെ പേരിൽ ഇപ്പോൾ സ്ട്രെസ്സിൻ്റെ പേരിൽ ആ ഒരു മടി വിചാരിച്ച് പോകരുത്. ഹെൽത്ത് ഈസ് വെൽത്ത്, അതും കൂടി മൈൻഡിൽ വെക്കുക. ഇതും ഞാൻ 2K24 ഞാൻ ലേൺ ചെയ്തൊരു കാര്യമാണ്. സോ വർക്കൗട്ട് ചെയ്യുക. മെൻ്റൽ നമ്മൾ എന്തെങ്കിലും സ്ട്രെസ് ഉണ്ടെങ്കിൽ, ഓവറായിട്ട് ഫുഡ് കഴിക്കുന്ന ശീലം ഉണ്ടെങ്കിൽ അതെന്തായാലും അങ്ങ് അവോയ്ഡ് ചെയ്തേക്കുക. കാരണം അപ്പോഴത്തെ ആ ഒരു സ്ട്രെസ് അപ്പോൾ കഴിഞ്ഞു പോകും. പക്ഷേ പിന്നീട് ആ ഫുഡ് കഴിക്കുന്ന എഫക്റ്റ് പിന്നീടായിരിക്കും നമ്മുടെ ബോഡിയിൽ വരുന്നത്. ഞാനിപ്പോൾ അത് ഡയറ്റും വെയിറ്റ് കുറയ്ക്കാനും വർക്കൗട്ടും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഇതാണ് എൻ്റെ സെക്കൻഡ് ലെസൺ എന്ന് പറയുന്നത്. ഈ തേർഡ് ലെസൺ വന്നിട്ട്, ഈ ഒരു ലെസൺ എന്ന് പറയുന്നത് ഈ 2K24 മാത്രമല്ല, അതിന് മുൻപുള്ള വർഷങ്ങളിൽ നിന്നും ഞാൻ റിയലൈസ് ചെയ്തതാണ്. കാരണം എൻ്റെ പാസ്റ്റ് 2-3 വർഷത്തിലെ മിസ്റ്റേക്സ് ഞാൻ റിയലൈസ് ചെയ്തൊരു ഇയർ ആയിരുന്നു ഈ ഒരു 2K24 2024 എന്ന് പറയുന്നത്. കാരണം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യും, ഒരുപാട് പേരെ ട്രസ്റ്റ് ചെയ്യും. ഇപ്പോൾ ഫ്രണ്ട്സ് ആണെങ്കിൽ തന്നെ ട്രസ്റ്റ് ചെയ്യും. പക്ഷേ അത് അപ്പോൾ ശരിയായിരുന്നു അല്ലേ ഒന്ന് പിന്നീട് ആയിരിക്കും റിയലൈസ് ചെയ്യുന്നത്. സോ എൻ്റെ ഒരു റിയലൈസേഷൻ്റെ ഒരു വർഷം കൂടിയായിരുന്നു ഈ 2024 എന്ന് പറയുന്നത്. അതായത് നമ്മുടെ കൂടെ നമ്മൾ ആരെ നിർത്തണം, ആരെ നിർത്തണ്ട എന്നൊക്കെ നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്യുവാണെങ്കിൽ അത് നല്ല രീതിയിൽ തിങ്ക് ചെയ്തിട്ട് വേണം എടുക്കാൻ. ഇപ്പോൾ നമ്മൾ ഫ്രണ്ട്സിനെ ചൂസ് ചെയ്യുകയാണെങ്കിൽ, അതായത് നമ്മൾ ഡിസൈഡ് ചെയ്തിട്ട് ആലോചിച്ച് വേണം എടുക്കാൻ. നമുക്ക് ആപ്റ്റായിട്ടുള്ള ഫ്രണ്ട്സിനെ മാത്രം ചൂസ് ചെയ്യുക. ആരെയും ബ്ലൈൻഡ്ലി, ഇപ്പോൾ ഫ്രണ്ട്സ് ആവട്ടെ, ഇപ്പോൾ ആരാകട്ടെ, ഇനി അതൊരു റിലേഷൻ ആകട്ടെ, ബ്ലൈൻഡായിട്ട് ട്രസ്റ്റ് ചെയ്യരുത് എന്ന് ഞാൻ റിയലൈസ്. അതായത് പാസ്റ്റിലെ 2-3 മിസ്റ്റേക്സ് ഇപ്പോൾ റിയലൈസ് ചെയ്തൊരു ഇയറും കൂടിയാണ് 2K24 എന്ന് പറയുന്നത്. ഇനി നമ്മളല്ലാണ്ട് ഇനി അതോ പേഴ്സൺ ആരെയാണെങ്കിലും ബ്ലൈൻഡായിട്ട് ട്രസ്റ്റ് ചെയ്യരുത്. അത് ഇമോഷണലി ആകട്ടെ ഫിനാൻഷ്യലി ആകട്ടെ, രണ്ടും എടുത്ത് പറയുന്നുണ്ട്. ഇമോഷണലി ട്രസ്റ്റും ഉണ്ട്, ഫിനാൻഷ്യലി ട്രസ്റ്റും ഉണ്ട്. അപ്പോൾ രണ്ട് രീതിയിലും ബ്ലൈൻഡായിട്ട് ആരെയും ട്രസ്റ്റ് ചെയ്യരുത്. അത് മാത്രമല്ല, നമുക്ക് ആപ്റ്റായിട്ടുള്ള ഫ്രണ്ട്സ് അല്ലെങ്കിൽ നമുക്ക് ആപ്റ്റായിട്ടുള്ള ആൾക്കാരും ഉണ്ട്. എല്ലാവരെയും ഞാൻ അങ്ങനെ പറയുന്നില്ല. അപ്പോൾ നമുക്ക് ആപ്റ്റായിട്ടുള്ള അല്ലെങ്കിൽ നമ്മളോടൊപ്പം നിൽക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ വൈബിന് സെറ്റാകുന്ന ഫ്രണ്ട്സ് ആകട്ടെ, പാർട്ണർ ആകട്ടെ, ആരാണെങ്കിലും അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ സൂപ്പർബായിരിക്കും, ലൈഫ് ഭയങ്കര അടിപൊളിയായിരിക്കും. അത് ഞാൻ ഈ 2K24 റിയലൈസ് ചെയ്തത്. പാസ്റ്റിൽ ചൂസ് ചെയ്ത കാര്യങ്ങളും അതിൻ്റെ ഡിസപ്പോയിൻമെൻറ്റ്സും നമ്മുടെ ഫിനാൻഷ്യലി ആൻഡ് ഇമോഷണലി വരുന്ന ഡാമേജും അതിൽ നിന്നൊക്കെയാണ് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ റിയലൈസ് ചെയ്യണേ. സോ 2K24 എനിക്ക് ഒരു റിയലൈസേഷൻ തന്നത്. നമുക്ക് കറക്റ്റായിട്ടുള്ള ആൾക്കാർ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് സൂപ്പറായിരിക്കും, നമ്മുടെ ലൈഫും നമ്മുടെ ബാക്കി കാര്യങ്ങളെല്ലാം സൂപ്പറായിരിക്കും. സോ ഈ ഒരു കാര്യം ഞാൻ റിയലൈസ് ചെയ്തത് 2K24 നിന്നാണ്. അടുത്ത എൻ്റെ ഒരു റിയലൈസേഷൻ അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമാണ്, നമുക്ക് ഒരു ബേസിക് ക്യാരക്ടറുണ്ട്, ഒരു ബേസിക് ആറ്റിറ്റ്യൂഡുണ്ട്. നമുക്ക് പേഴ്സണലി ലൈക്സും ഡിസ്ലൈക്സും ഉണ്ട്. എന്നാൽ ചില ടൈം പീരീഡിൽ ഈ ലൈക്സും ഡിസ്ലൈക്സും ചില കാര്യങ്ങളൊക്കെ, ചില ആറ്റിറ്റ്യൂഡ്സും ഒക്കെ മാറി വരാം. എന്നാൽ മാറി വരാത്ത കുറച്ച് ആറ്റിറ്റ്യൂഡ്സും ക്യാരക്ടേഴ്സും ലൈക്സും ഒക്കെ നമുക്കുണ്ട് എന്ന് ഞാൻ റിയലൈസ് ചെയ്തത് ഈ ഒരു 2K24 കാരണം പേഴ്സണലി ഞാൻ സെൽഫ് ലവ് ചെയ്തു തുടങ്ങിയത് 2K24 സെൽഫ് ലവ് എന്താണ്, എന്നെ തന്നെ ഞാൻ കൂടുതൽ മുൻപ് ഉണ്ടായിരുന്നു, എന്നാലും കൂടുതൽ ഞാൻ എന്നെ തന്നെ ഇഷ്ടപ്പെട്ട് തുടങ്ങിയതും സെൽഫ് ലവ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തത് ഒരു 2K24 അപ്പോൾ അതിൽ നിന്ന് തന്നെ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് ആപ്റ്റായിട്ടുള്ള ഫ്രണ്ട്സ് അല്ലെങ്കിൽ പാർട്ട്ണർ ആരെങ്കിലും ഒക്കെ നമ്മുടെ ലൈഫിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ കുറച്ചും കൂടി നമ്മുടെ ആപ്റ്റായിട്ടുള്ള നമുക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ആൾക്കാർ നമ്മുടെ ലൈഫിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ കുറച്ചും കൂടി നമ്മളെ തന്നെ റിയലൈസ് ചെയ്യും. ആ ഒരു റിയലൈസേഷനിൽ നിന്ന് തന്നെ ഞാൻ പഠിച്ചൊരു കാര്യമാണ്, നമ്മുടെ ഒരു ബേസിക് നമുക്ക് ലൈക്സ് മാറാം, ഡിസ്ലൈക്സ് മാറാം, പക്ഷേ നമുക്ക് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള കുറേ ക്യാരക്ടറിസ്റ്റിക്സും ആറ്റിറ്റ്യൂഡ്സും ലൈക്സും ഒക്കെ നമ്മുടെ ലൈഫിലുണ്ട്. അത് കോൺസ്റ്റൻ്റ് ആണ്, മാറില്ല എന്ന് ഞാൻ റിയലൈസ് ചെയ്തത് ഈ ഒരു വർഷമാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ചെറിയൊരു ഉദാഹരണം പറയാം. ഇതൊരു വലിയ ഉദാഹരണമല്ല, ചെറിയൊരു ഉദാഹരണം. നമുക്ക് ഒരുപാട് സെലിബ്രിറ്റീസിനെ ഇഷ്ടമാണല്ലേ. അപ്പോൾ എനിക്കും ഇഷ്ടമാണ് ഒരുപാട് സെലിബ്രിറ്റീസിനെ. എന്നാൽ അവരോടുള്ളൊക്കെ ഇഷ്ടം ഇങ്ങനെ മാറി വരും. ചില ടൈം പീരീഡ് ചേഞ്ച് ആവുന്നതനുസരിച്ച്, അല്ലെങ്കിൽ പുതിയ സീരീസ്, ഫിലിംസ് അല്ലെങ്കിൽ മൂവീസ് അതൊക്കെ റിലീസ് ആവുന്നതനുസരിച്ച് ചിലപ്പോൾ ഇഷ്ടങ്ങൾ മാറി വരാം. എനിക്കങ്ങനെ ഒരുപാട് ഇഷ്ടങ്ങൾ മാറി വന്നിട്ടുണ്ട്. എന്നാൽ കോൺസ്റ്റൻ്റ്
കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്ന ചില ഇഷ്ടങ്ങളും കാണും. എനിക്ക് റോബർട്ട് പാറ്റിൻസനെ ഭയങ്കര ഇഷ്ടമാണ്. ആ ട്വിലൈറ്റ് സീരീസ് കണ്ടത് മുതൽ റോബർട്ട് പാറ്റിൻസനെ ഭയങ്കര ഇഷ്ടമാണ്. ആ ഒരു ഇഷ്ടം ഈ ഒരു 5, 6, 7 വർഷം അതിന് മുൻപൊക്കെയാണ് ഞാൻ കണ്ടത്. കോവിഡ് ടൈമിലാണ് ഞാൻ ആ സീരീസ് കണ്ടത്, ആ ഒരു മൂവി. സോ ആ ഒരു ഇഷ്ടം എനിക്ക് ഇതുവരെ മാറിയിട്ടില്ല. അതും കോൺസ്റ്റൻ്റ് ആയിട്ട് തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം. അതിനുശേഷം എനിക്ക് ഇഷ്ടമുള്ള ഒരുപാട് സെലിബ്രിറ്റീസ് ഉണ്ട്. ഇത് നമ്മുടെ ഡേ ഡ്രീമറിലെ നായകൻ കാനിയമനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാനിയമൻ എന്നല്ലേ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ എന്ന് തോന്നുന്നു. ആ ഒരു നായകൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നാലും ആ റോബർട്ട് പാറ്റിൻസണോടുള്ള എൻ്റെ ആ ഒരു ക്രഷ് അല്ലെങ്കിൽ ആ ഒരു ഇഷ്ടം അത് ഇതുവരെ മാറിയിട്ടില്ല. അത് കോൺസ്റ്റൻ്റ് ആണ്. അതൊരു ചെറിയൊരു ഉദാഹരണമാണ് പറഞ്ഞത്. അതുപോലെ തന്നെ നമ്മുടെ സെൽഫായിട്ടുള്ള കുറച്ച് ആറ്റിറ്റ്യൂഡ്സ് ഉണ്ട്. പണ്ട് മുതലേ ഇപ്പോൾ എനിക്ക് എൻ്റെ ചൈൽഡ്ഹുഡ് മുതലേ ഉള്ള കുറച്ച് ആറ്റിറ്റ്യൂഡ്സ് കാര്യങ്ങളുണ്ട്. ആ ഒരു സെൽഫായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഇതുവരെയും ചിലത് ചേഞ്ച് ആയിട്ടില്ല. എന്നെ തന്നെ കൂടുതൽ റിയലൈസ് ചെയ്തപ്പോൾ, സെൽഫ് ലവ് എനിക്ക് കൂടിയപ്പോഴാണ് എനിക്ക് ആ കാര്യം മനസ്സിലായത്. സോ ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം ഇത് തന്നെയാണ്. കാരണം നമ്മുടെ ചില ആറ്റിറ്റ്യൂഡ്സ്, ലൈക്സും ഡിസ്ലൈക്സും അത് കോൺസ്റ്റൻ്റ് ആയിരിക്കും, അത് ചേഞ്ച് ആവത്തില്ല. ഞാൻ ചേഞ്ച് ആകും അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ചിന്തിച്ചിട്ടില്ലായിരുന്നു കേട്ടോ. ഈ ഒരു 2K24 ഞാൻ ഒരുപാട് ചിന്തിക്കാൻ തുടങ്ങിയതും സെൽഫ് ലവ് ചെയ്യാൻ തുടങ്ങിയതും അതിൽ നിന്ന് ഈ കാര്യം മനസ്സിലായത്. അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ പറയുന്നത്. കാരണം ഞാൻ റിയലൈസ് ചെയ്തതും ലേൺ ചെയ്തതായിട്ടുള്ളൊരു കാര്യം. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഗോൾസ് കാണും, നമുക്ക് ഒരുപാട് അച്ചീവ് ചെയ്യാനുള്ള ഒരുപാട് ഗോൾസ് കാണും, അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നേടണം എന്നുണ്ടായിരിക്കും. അതിന് വേണ്ടിയിട്ട് നമ്മൾ വർക്കും ചെയ്യും. ആൻഡ് ചിലപ്പോൾ ചില സ്ഥലത്ത് അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് അവരിപ്പോൾ ഗോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ അവർക്ക് പെട്ടെന്ന് അതിനുള്ള റിസൾട്ട് കിട്ടും, സഡൻ റിസൾട്ട് കിട്ടും. എന്നാൽ ചിലർക്ക് സ്ലോലി റിസൾട്ട് ആയിരിക്കും. എനിക്കൊരു കാര്യം അച്ചീവ് ചെയ്യണമെന്നുണ്ടായിരുന്നു, ഒരു കാര്യം നേടണമെന്നൊരു ഗോൾ എനിക്കുണ്ട്. ആ ഗോളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും എല്ലാം സ്റ്റെപ്സും എല്ലാം ഞാൻ സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ടും എനിക്ക് അതിൻ്റെ ഒരു എത്താൻ പറ്റുന്നില്ല, ആ ഒരു റിസൾട്ട് എനിക്ക് കിട്ടുന്നില്ല, ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം എനിക്ക് കിട്ടുന്നില്ല. സോ ഞാൻ കുറേ ട്രൈ ചെയ്തിട്ട് എനിക്ക് കിട്ടാത്തത് കൊണ്ട് ആ ഒരു ഗോൾ എനിക്ക് വേണ്ട, ഞാൻ ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഗോളാണ്, അത് എനിക്ക് വേണ്ട എന്ന് തന്നെ ഞാൻ ഡിസൈഡ് ചെയ്തു, എന്ന് തന്നെ ഞാൻ വിചാരിച്ചു. ഇനി ചെയ്യണ്ട എന്ന് തന്നെ ഞാൻ വിചാരിച്ചു. ഈ ഗോൾ വേണ്ട എന്ന് ഞാൻ നിർത്താമെന്ന് വിചാരിച്ചു. ഇതിന് വേണ്ടിയിട്ട് ഇനി ട്രൈ ചെയ്യേണ്ട, ബാക്കി കാര്യങ്ങൾ നോക്കി പോകാം എന്ന രീതിയിൽ ഞാൻ വിചാരിച്ചു. പക്ഷേ എന്നിട്ടും എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം വരുന്നു. കാരണം ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ആ സംഭവം, ആ ഒരു ഗോൾ. സോ അതെനിക്ക് എടുക്കണം, അതെനിക്ക് വേണം, എനിക്കത് വേണം എന്ന രീതിയിൽ ഇരുന്നതുകൊണ്ട് വീണ്ടും ഞാൻ അത് സ്റ്റാർട്ട് ചെയ്തു. ആ നെഗറ്റീവ് തോട്ട്സൊക്കെ മാറ്റി വെച്ചിട്ട് വീണ്ടും ഞാൻ സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് പോയപ്പോഴാണ് ഇതിൻ്റെ റൈറ്റ് ട്രാക്ക് എന്താണെന്ന് എനിക്ക് മനസ്സിലായത്. അപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്തിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരുപാട് ടൈമായി, എന്നിട്ടാണ് ഞാൻ അത് നിർത്താമെന്ന് വെച്ചത്. എന്നിട്ടും കുറച്ചും കൂടി വീണ്ടും സ്റ്റാർട്ട് ചെയ്ത് പോയപ്പോഴാണ് എനിക്ക് ആ റൈറ്റ് ട്രാക്ക് മനസ്സിലായത്. സോ ആ റൈറ്റ് ട്രാക്കിൽ കയറിയിട്ട് പിന്നെ ആ റൈറ്റ് ട്രാക്ക് എനിക്ക് മനസ്സിലായപ്പോൾ അതിൻ്റെ ആ ഒരു പാത്ത് അനുസരിച്ച് ഞാൻ വർക്ക് ചെയ്യാനും അതിന് വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യാനും തുടങ്ങി. സോ അങ്ങനെ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഓൾമോസ്റ്റ് എനിക്ക് എൻ്റെ മുൻപുണ്ടായിരുന്ന ഒരു ചെറുതായിട്ടുള്ള ഒരു ഗ്രോത്ത് ഫാസ്റ്ററായിട്ട് അതിന് വരാൻ തുടങ്ങി. സോ അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, ഇപ്പോഴും ഞാൻ ആ ഗോള് ഞാൻ എത്തിയിട്ടില്ല, പക്ഷേ ഇങ്ങനെ ഇപ്പോഴും അതിൻ്റേതായിട്ടുള്ളൊരു ട്രാക്കിലാണ്. പക്ഷേ അതിൻ്റെ സ്പീഡ് കൂടിയിട്ടുണ്ട്. ആ ഒരു ട്രാക്കിൽ ആ ഗോളിൽ എത്താനായിട്ടുള്ള സ്പീഡ് കൂടിയിട്ടുണ്ട്. സോ അതിൽ നിന്ന് എനിക്ക് മനസ്സിലായൊരു കാര്യം, നമ്മളിപ്പോൾ ഒരു കാര്യം സീരിയസ്ലി നമ്മളിപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് എത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനുള്ള വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് അത് ഒരിക്കലും ഡിസപ്പോയിൻ്റ് ആകരുത്. കാരണം ചിലപ്പോൾ നമുക്ക് സഡൻ റിസൾട്ട് എല്ലാവർക്കും കിട്ടണം എന്നില്ല, ചിലപ്പോൾ സ്ലോലി ആയിരിക്കും ഗ്രോ ചെയ്ത് വരുന്നത്. സോ ആ സ്ലോലി ഗ്രോത്ത് ആണെങ്കിലും സഡൻ റിസൾട്ട് കിട്ടിയില്ലെങ്കിലും നമുക്ക് എന്തായാലും നമ്മളതിൽ വർക്ക് ചെയ്താലും ഉറപ്പായിട്ടും കിട്ടും. അതായത് നെവർ ഗീവ് അപ്പ് ഒരു ആറ്റിറ്റ്യൂഡ് അത് കൊടുക്കുക. നമുക്കൊരു നെവർ ഗീവ് അപ്പ് ആറ്റിറ്റ്യൂഡ് വേണം. നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമുക്ക് വേണ്ടത് നെവർ ഗീവ് അപ്പ് ആറ്റിറ്റ്യൂഡാണ്. സോ ആ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ നമ്മുടെ ഗോൾസ് ആകട്ടെ, നമ്മുടെ ഡ്രീംസ് ആകട്ടെ, എന്ത് വേണമെങ്കിലും നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. സോ അത് ഞാൻ ഈ ഒരു 2024 ഞാൻ റിയലൈസ് ചെയ്തൊരു കാര്യമാണ്. ഈവൻ ഞാൻ ആ ഗോൾ എനിക്ക് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ, എനിക്കിതുവരെ എത്താൻ പറ്റിയിട്ടില്ല. പക്ഷേ അതിലേക്ക് എത്താനുള്ള ആ ഒരു ഡിസ്റ്റൻസ് ഇപ്പോൾ കുറഞ്ഞു വരുന്നുണ്ട്. അതായത് കൂടുതൽ ഫാസ്റ്ററായിട്ട് ഞാൻ അതിലൂടെ ട്രാവൽ ചെയ്യുന്നത്, അതിലൂടെ ഞാൻ എത്തുന്നത് ഈ ഒരു നെവർ ഗിവ് അപ്പ് ആറ്റിറ്റ്യൂഡ് ഉള്ളതുകൊണ്ടാണ്. ചിലപ്പോൾ മൈൻഡൊക്കെ ഇങ്ങനെ പോവും, വേണ്ട എന്നൊക്കെ വിചാരിക്കും. പക്ഷേ എന്നാലും ആ ഒരു നെവർ ഗിവ് അപ്പ് ആറ്റിറ്റ്യൂഡ് എന്തായാലും മെയിൻറ്റെയിൻ ചെയ്യുക, ഉറപ്പായിട്ടും നമുക്കത് കിട്ടും. പിന്നെ ഞാൻ റിയലൈസ് ചെയ്തൊരു കാര്യമാണ്, നമ്മുടെ മൈൻഡിൻ്റെ ഇതിപ്പോൾ ഈ കഴിഞ്ഞൊരു വർഷം അല്ല അതിന് മുൻപ് ഓൾമോസ്റ്റ് കഴിഞ്ഞൊരു വർഷം തന്നെ റിയലൈസ് ചെയ്തൊരു കാര്യമാണ്, നമ്മുടെ ഏറ്റവും മൈൻഡ് ചില സമയത്ത് നമ്മുടെ എനിമി ആകാറുണ്ട്. കാരണം നമ്മുടെ തോട്ട്സ് ആണ് നമ്മളെ കൺട്രോൾ ചെയ്യുന്നത്. അതായത് നെഗറ്റീവ് തോട്ട്സിന് നമ്മളെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു ടൈം കൊടുക്കരുത്, അല്ലെങ്കിൽ അതിനുള്ളൊരു ചാൻസ് കൊടുക്കരുത്. ഇപ്പോൾ നെഗറ്റീവ് തോട്ട്സ് വരില്ല എന്നല്ല, നെഗറ്റീവ് തോട്ട്സ് വരുവാണെങ്കിൽ അതിന് അധികം വാല്യൂ കൊടുക്കരുത്. കാരണം ചില സമയത്ത് നമ്മുടെ ഏറ്റവും വലിയ എനിമിയായിട്ട് വരുന്നത് നമ്മുടെ നെഗറ്റീവ് തോട്ട്സ് ആയിരിക്കും, നമ്മുടെ മൈൻഡ് ആയിരിക്കും. സോ നെഗറ്റീവ് തോട്ട്സിന് ഒട്ടും വാല്യൂ കൊടുക്കരുത്. നമുക്ക് സെൽഫ് കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യുക.
അപ്പം ചില സമയത്ത് എനിക്ക് സെൽഫ് കോൺഫിഡൻസ് ഇല്ലാത്ത സിറ്റുവേഷൻസ് 2K24 ഒരുപാട് വന്നിട്ടുണ്ട്. കുറേ കാര്യങ്ങൾ കൊണ്ട് എനിക്ക് എൻ്റെ സെൽഫ് കോൺഫിഡൻസ് പോകുന്നുണ്ടായിരുന്നു. നമ്മളിപ്പോൾ ഒരു കാര്യം അച്ചീവ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ഗോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇപ്പം സെൽഫ് കോൺഫിഡൻസ് ഇല്ലെങ്കിൽ ഇങ്ങനെ ചിന്തിക്കണം, ഞാനാണ് അതിൽ ബെസ്റ്റ് എന്ന് സെൽഫായിട്ടൊന്ന് ചിന്തിക്കുക. അപ്പം ഇത് എന്നെക്കൊണ്ട് ചെയ്യാൻ കഴിയും, ഞാനാണ് അതിൽ ബെസ്റ്റ് എന്ന് ചിന്തിച്ചിട്ട് വേറെ ഒന്നും ബോധർ ചെയ്യില്ല എന്ന രീതിയിൽ പോവുകയാണെങ്കിൽ സീരിയസ്ലി നമുക്കത് ചെയ്യാൻ പറ്റും. അത് ഞാൻ എൻ്റെ ലൈഫിൽ ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയ കാര്യമാണ്. എനിക്ക് സെൽഫ് കോൺഫിഡൻസ് ഇല്ലാത്തൊരു കാര്യം ചെയ്യാൻ, എനിക്കൊരു കാര്യം ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. സെൽഫ് കോൺഫിഡൻസ് ഇല്ല, എനിക്കത് ചെയ്യാനായിട്ടുള്ള കോൺഫിഡൻസ് എവിടെ നിന്നോ ഇല്ലായിരുന്നു. എന്തോ സംഭവം എനിക്കറിയത്തില്ല എന്തുകൊണ്ട് കോൺഫിഡൻസ് ഇല്ല. പക്ഷേ ഞാനാണ് ബെസ്റ്റ് എന്ന രീതിയിൽ അത് ചെയ്തു തുടങ്ങാൻ പറഞ്ഞു. അങ്ങനെ ചെയ്തു തുടങ്ങിയപ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞൊരു റൈറ്റ് ട്രാക്ക് എനിക്ക് കിട്ടി തുടങ്ങിയത്. സീരിയസ്ലി ഇത്ര കാര്യങ്ങളാണ് ഞാൻ എൻ്റെ ലൈഫിൽ കഴിഞ്ഞൊരു 2K24 റിയലൈസ് ചെയ്ത്, അല്ലെങ്കിൽ എൻ്റെ ലെസൺസ് ഫ്രം 2K24 എന്ന് പറയാം. ആൻഡ് നിങ്ങൾക്ക് ഇതിൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ കാണാം, കണക്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ കാണാം ഞാൻ ഈ പറഞ്ഞതിൽ. ആൻഡ് നിങ്ങൾ ലേൺ ചെയ്ത ഒരുപാട് കാര്യങ്ങൾ കാണാം. സോ നിങ്ങൾ ലേൺ ചെയ്ത കാര്യങ്ങൾ എന്താണെന്ന് കമൻറ്റ് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ പറയുക. എല്ലാവർക്കും ഒരു ഹാപ്പി ആൻഡ് സക്സസ്ഫുൾ ആൻഡ് ഫാൻറ്റാസ്റ്റിക് ആയിട്ടുള്ള ഒരു ഇയർ ഞാൻ വിഷ് ചെയ്യുന്നു. ബൈ.